الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد عن عبد الله بن عمر رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إذا رأيتموه فصوموا وإذا رأيتموه فأفطروا فإن غم عليكم فاقدروا له فإن غم عليكم فاقدروا له. ഒരു പുസ്തകം പിന്നിലേക്ക് കൊടുത്തു ഒരാൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ റമദാൻ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുക, ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടാൽ നോമ്പ് ഒഴിവാക്കുക, അത് നിങ്ങൾക്ക് മറയിടപ്പെട്ട് കഴിഞ്ഞാൽ ഫഖ്ദുറു ലഹു, നിങ്ങൾ അതിന് കണക്ക് കൂട്ടുക, അതായത് 30 പൂർത്തീകരിക്കുക. ഈ വിഷയത്തിലുള്ള ചില മസ്അലകളാണ് നമ്മൾ എടുത്തത്. ഇനി ഇതിലുള്ള ഒരു മസ്അല വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. റമദാൻ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഷവ്വാലിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ നാടുകളിലേക്കും അത് നിർബന്ധമാകുമോ? അതല്ല ആ നാട്ടുകാർ മാത്രം നോമ്പ് ആരംഭിച്ചാൽ മതിയോ? ഇഖ്തിലാഫുൽ മതാലി', ഓരോ ഇടങ്ങളിലും പ്രത്യേകം ഉദയം പരിഗണിക്കേണ്ടതുണ്ടോ? അതല്ല ലോകത്തെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അതനുസരിച്ച് ബാക്കി എല്ലാവരും നോമ്പ് നോൽക്കുകയാണോ വേണ്ടത്? ഈ വിഷയം നമ്മുടെ നാട്ടില് ഏതാണ്ട് എല്ലാ പെരുന്നാളിന്റെയും അതുപോലെ തന്നെ നോമ്പ് ആരംഭിക്കുന്ന സമയത്ത് നടക്കുന്ന ചർച്ചയാണ്. ഉദാഹരണത്തിന് ഗൾഫ് നാടുകളിൽ എവിടെയെങ്കിലും ഹിലാല് കണ്ടു കഴിഞ്ഞാൽ, മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നോമ്പ് ആരംഭിക്കണമോ? അതല്ലെങ്കിൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഗൾഫിൽ ആരംഭിക്കണോ? ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ മാസപ്പിറവി അത് എല്ലായിടത്തേക്കും പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇതാണ് മസ്അല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിലുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി, റമദാൻ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് നോൽക്കൽ അതല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കൽ നിർബന്ധമാകും. റമദാൻ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കലും ഷവ്വാൽ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പെരുന്നാളും, അത് ലോകത്തെവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെ മേലും നിർബന്ധമാകും. ഇതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഓരോ നാടിനും പ്രത്യേകം ഉദയസ്ഥാനങ്ങളുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഉദയസ്ഥാനങ്ങൾ പരിഗണിക്കാം. ഉദാഹരണത്തിന് ഇന്ത്യ പോലുള്ള നാട്ടിൽ ഇന്ത്യക്കാർക്ക് ഒരു മത്താലിഅ ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് അങ്ങനെ ഓരോ നാട്ടുകാർക്കും അവരവരുടേതായ മത്താലിഅകൾ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഒന്നാമത്തെ വിഭാഗം പറഞ്ഞു, ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ബാധകമാകും. അതിനവർ തെളിവാക്കിയത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസാണ്. ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. നിങ്ങൾ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുക, നിങ്ങൾ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കുക.
ഇവിടെ നിങ്ങൾ എന്ന് വിളിച്ചത് ഇവിടെയുള്ള മുഖാത്തബ് ഇവരുടെ അഭിപ്രായ പ്രകാരം മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിലാണ്. നിങ്ങൾ എന്ന് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനോടാണ്. മുസ്ലിം ഉമ്മത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ കണ്ടുകഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരിടത്ത് കണ്ടുകഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും അത് ബാധകമാണ്. ഇദാ റഅയ്തുമൂഹു, നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എന്നതിന്റെ ഉദ്ദേശം, അവിടെയുള്ള നിങ്ങൾ എന്നതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിം ഉമ്മത്തിലെ എല്ലാ അംഗങ്ങളുമാണ്. അതാണ് ഒന്നാമത്തെ തെളിവ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായ അഭിപ്രായം പറഞ്ഞവരെന്തു പറഞ്ഞു? ആണെങ്കിൽ നിങ്ങൾക്ക് അറബിയിൽ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം, അൽ ഖിതാബു മുവജ്ജഹുൻ ലിജമീഇൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ ഈ പറഞ്ഞ വാക്ക് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പന മുസ്ലിം ഉമ്മത്തിനോട് മൊത്തത്തിലാണ്. അൽ ഖിതാബു മുവജ്ജഹുൻ ലിജമീഇൽ ഉമ്മ, മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ ഈ പറഞ്ഞ ആളുകളിൽ ഉൾപ്പെടും. നിങ്ങൾ എന്ന് പറഞ്ഞതിൽ എല്ലാവരും ഉൾപ്പെടും. അപ്പൊ മുസ്ലിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും ഇത് ബാധകമായി. അതാണ് ഒരഭിപ്രായം, ഒരു തെളിവ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞ ആളുകളോ, അവർ ഈ ഹദീസിനെ എങ്ങനെയായിരിക്കും വിശദീകരിച്ചിട്ടുണ്ടാവുക? അത് കേൾക്കുന്ന ആ പരിധിയിലുള്ള ആളുകൾക്ക് മാത്രം ബാധകമാണ്, ആ നാട്ടിലുള്ളവർക്ക് മാത്രം ബാധകമാണത്. അത് മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ആ കേട്ടിരുന്ന ആളുകൾ അവർക്ക് ബാധകമാണ്. അതേപോലെ ഓരോ നാട്ടുകാർക്കും വെവ്വേറെ വെവ്വേറെ ബാധകമാണ്. ഇവിടെ മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിലല്ല ഉദ്ദേശിക്കപ്പെട്ടത് എന്നാണ് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത്. രണ്ടാമത്തെ തെളിവ്, അതായത് ഏതെങ്കിലും ഒരിടത്ത് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അത് എല്ലായിടത്തേക്കും ബാധകമാകുമെന്ന് പറഞ്ഞവരുടെ രണ്ടാമത്തെ തെളിവ്, അവർ പറഞ്ഞു لأن رمضان ثبت دخوله وثبتت أحكامه. റമദാൻ മാസം, അത് മാസപ്പിറവി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. മാസപ്പിറവി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ റമദാൻ മാസം എന്നത് ആരംഭിച്ചു കഴിഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ ആയിക്കഴിഞ്ഞാൽ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, പിശാചുക്കളെ കെട്ടിയിടപ്പെടും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ലോകത്തെല്ലായിടത്തേക്കും ബാധകമാണ്. റമദാൻ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ റമദാനിന് പറയപ്പെട്ട അവസ്ഥകൾ മുഴുവൻ ഉണ്ടാകും. അപ്പോൾ അത് എല്ലാ മുസ്ലിങ്ങൾക്കും ബാധകമാണ് എന്നതുപോലെ റമദാൻ പ്രവേശിച്ചു എന്നതിന്റെ ഹുക്കുമും എല്ലാവർക്കും ബാധകമാണ്. അതാണ് രണ്ടാമത്തെ തെളിവ്. لأن رمضان ثبت دخوله وثبتت أحكامه. റമദാൻ മാസം അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ലോകത്തുണ്ടാകും. അപ്പൊ സ്വാഭാവികമായും അതെല്ലാവർക്കും ബാധകമാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. മൂന്നാമത് അവർ പറഞ്ഞ തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്നാണ്, മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിൽ യോജിക്കണമെന്നത് ഖുർആനിലും സുന്നത്തിലും അനേകം സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് യോജിച്ചു നിൽക്കണമെന്നത്. അവരുടെ കാര്യങ്ങളിലൊക്കെ ഐക്യമുണ്ട്. നിസ്കാരത്തിന്റെ കാര്യത്തിലായാലും, ഖിബ്ലയുടെ കാര്യത്തിലാണെങ്കിലും, ഹജ്ജിന്റെ കാര്യത്തിലാണെങ്കിലും, മറ്റു പല ഇബാദത്തുകളുടെ കാര്യത്തിലാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് യോജിച്ചു നിൽക്കണമെന്നത് ഇസ്ലാമിൽ മൊത്തത്തിൽ വന്ന കൽപ്പനയാണ്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്. അനേകം ആയത്തുകൾ വന്ന വിഷയമാണത്. ഇന്നല്ലാഹ യുഹിബ്ബു ലക്കും സലാസൻ വയക്റഹു ലക്കും സലാസൻ. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു വെറുക്കുന്നു. വയുഹിബ്ബു ലക്കും അൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു.
നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം, ഒരുമിച്ച് മുറുകെ പിടിക്കണം എന്നതും നിങ്ങൾ ഭിന്നിക്കരുത് എന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പൊ മൊത്തത്തിൽ ഇസ്ലാമിലെ തെളിവുകൾ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ റമദാൻ മാസം അത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും റമദാനിന്റെ കാര്യത്തിൽ ഒരുമിക്കണമെന്ന അഭിപ്രായമാണ് കൂടുതൽ ഇസ്ലാമിന്റെ ഉസൂലുകളോട്, അതിന്റെ അടിസ്ഥാനങ്ങളോട് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അതാണ് കൂടുതൽ ശരിയായിട്ട്. മനസ്സിലായോ? ഈ പറഞ്ഞ അഭിപ്രായം മനസ്സിലായോ? ഇസ്ലാമിൽ മൊത്തത്തിൽ ഐക്യത്തിന് പ്രേരിപ്പിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. സ്വാഭാവികമായും റമദാനിന്റെ കാര്യത്തിലും ആ ഐക്യം മുസ്ലിം ഉമ്മത്തിൽ വരേണ്ടതാണ്. അതാണ് ഒരു തെളിവ്. മറ്റൊരു തെളിവ് റമദാൻ മാസം അതല്ലെങ്കിൽ പെരുന്നാള് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ എത്ര ദൂരത്തേക്കാണ് ഇതിന്റെ പരിധിയുള്ളത്, എത്ര ദൂരത്തേക്കാണ് ഈ മാസപ്പിറവി അത് പരിഗണിക്കപ്പെടുക എന്ന കാര്യം വ്യക്തമായി ആർക്കും നിർണയിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ റമദാൻ മാസത്തിന് വ്യത്യസ്ത ഒരു നാട്ടിൽ കണ്ടാൽ അത് അവരവരെ നാട്ടിനെ അവരവർ കാണണം എന്ന അഭിപ്രായം പറഞ്ഞ ആളുകൾ അവർക്ക് ഇതിനൊരു പ്രത്യേക പരിധി നിശ്ചയിക്കാൻ, ഒരു കൃത്യമായ അളവ് നിശ്ചയിക്കാൻ, എത്ര ദൂരത്തേക്കാണ് ഒരു മത്താല ഉണ്ടാവുക, എത്ര ദൂരത്തിന് അപ്പുറം പോയാൽ ഒരു മത്താലയാണ് പുറത്തേക്ക് പോകും. മത്താല എന്ന് പറഞ്ഞാല് ഉദയസ്ഥലം. ചന്ദ്രൻ ഉദിച്ചു, അത് കേരളത്തിൽ കണ്ടു. ശരി, എത്ര ദൂരത്തേക്ക് ഒരു മത്താല എന്ന് പരിഗണിക്കാൻ സാധിക്കും? എത്ര ദൂരത്തേക്ക് അതിന്റെ പുറത്താണ്, എത്ര ദൂരം ഉള്ളിലാണ്? ഈ കാര്യം വ്യക്തമായി ക്ലിപ്തപ്പെടുത്താൻ രണ്ടാമത്തെ അഭിപ്രായത്തിന്റെ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വ്യക്തമായ ഒരു കൃത്യത ഈ വിഷയത്തിലില്ല എന്നതാണ് മറ്റൊരു തെളിവ്. ഒന്നാമത്തെ അഭിപ്രായത്തിന്റെ ആളുകളുടെ മറ്റൊരു തെളിവ് ഇതാണ്. അതെ, ഈ നാട് എന്താണ്, എത്രയാണ് ഇതിന്റെ ദൂരം? ഉദാഹരണത്തിന് ഇന്ത്യ കുറച്ച് വലിയ നാടാണ്, ബംഗ്ലാദേശ് വളരെ ചെറുതാണ്. അപ്പൊ ഇത് എത്രയാണ് ഇതിന്റെ പരിധി? രാജ്യത്തിന്റെ ആളുകൾ നിശ്ചയിച്ച അതിരുകളാണോ, അതായത് മനുഷ്യന്മാര് പിന്നീട് നിശ്ചയിച്ച അതിരുകളാണോ ഇതിന്റെ അടിസ്ഥാനം? അതല്ല കിലോമീറ്ററുകളാണോ? അതിലൊരു വ്യക്തത കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് വ്യക്തമായ തെളിവുകളോ മറ്റോ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ അഭിപ്രായം ദുർബലമാണ് എന്നതാണ് ഇവരുടെ ഒരു തെളിവ്. മറ്റൊരു കാര്യം, തങ്ങളുടെ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ പറയാറുള്ള മറ്റൊരു കാര്യം, ബഹുഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തോടാണ് യോജിപ്പ് കാണിച്ചിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. മുസ്ലിം ഉമ്മത്തിലെ ജുംഹൂർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ് എന്ന അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കുമുള്ളത്. അൽ-അഇമ്മത്തുൽ അർബഅ അബൂ ഹനീഫ, മാലിക്, ശാഫിഈ, അഹ്മദ് റഹിമഹുല്ലാഹ് ഇവർക്കെല്ലാം ഈ അഭിപ്രായമാണുള്ളത്. പിന്നെ മറ്റനേകം പണ്ഡിതർ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഈ കാലത്ത് ജീവിച്ചുപോയ പണ്ഡിതന്മാർ ധാരാളം പേര്, അബ്ദുല്ലാഹ് ഇബ്നു ബാസ്, അതുപോലെ തന്നെ അല്ലാമത്തുൽ അൽബാനി, അതുപോലെ ലജ്നത്തുദ് ദായിമയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം അതാണ്. ഇങ്ങനെ പലരുടെയും അഭിപ്രായം ലോകത്തെവിടെയെങ്കിലും മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ് എന്ന അഭിപ്രായമാണ് അവർക്കൊക്കെ ഉള്ളത്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായക്കാരുടെ തെളിവുകളിൽ ചിലത്. ഇതെല്ലാ തെളിവുകളും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ വിഷയം അത്ര വളരെ കൃത്യമായി വളരെ വ്യക്തതയോടുകൂടി പഠിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷേ അവർ സാധാരണ പറയാറുള്ള തെളിവുകൾ പ്രധാനപ്പെട്ട ചില തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗത്തിനുള്ള തെളിവുകൾ,
അതായത് ഓരോ നാട്ടിനും ഓരോ മതാലിയാണുള്ളത്, ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം പരിഗണിക്കണം എന്നു പറഞ്ഞ ആളുകളുടെ തെളിവുകൾ. ഒന്നാമത്തെ തെളിവ് ഏതാണ്? ഈ ഹദീസ് തന്നെയാണ്. ഇദാ റഅയ്തുമൂഹു ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. ഈ ഹദീസ് തന്നെ രണ്ട് വിഭാഗത്തിലുള്ള തെളിവ്. മുസ്ലിം ഉമ്മത്തിനിടയിൽ എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക എന്നതിന് വ്യക്തമായ അടയാളമാണ്, വ്യക്തമായ ഒരു ഉദാഹരണമാണ്. ഇത് ഇജ്തിഹാദിയ ഖിലാഫാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്? രണ്ട് വിഭാഗത്തിന് തെളിവ് ഒന്ന് തന്നെ. അവർ പറഞ്ഞു ഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു, നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ, മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കണമെന്നത് അവർ പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിന് മൊത്തത്തിൽ ബാധകമാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം ആ പരിസരത്തുള്ള ആളുകളാണ്, ആ നാട്ടിലുള്ള ആളുകളാണ്, ആ ചന്ദ്രനെ കാണാൻ സാധിച്ച ആളുകളാണ് അവിടുത്തെ ഉദ്ദേശം, അതല്ലാതെ ലോകത്തുള്ള മുസ്ലിങ്ങൾ മൊത്തത്തിലല്ല. രണ്ടുപേരുടെയും തെളിവ് അതന്നെ. അപ്പൊ ഒരു തെളിവ്, ആദ്യത്തെ തെളിവ് ഹദീസാണ്, ഹദീസുൽ ബാബ്, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസ്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുക എന്ന ഹദീസിൽ അവർ പറഞ്ഞു അവിടുത്തെ ഉദ്ദേശം ഓരോ മത്ല, ചന്ദ്രൻ ഉദിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയുള്ള ആ നാട്ടിലെ അത് കാണാൻ സാധിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് ചന്ദ്രന് കേരളത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയിൽ കാണൂല. അപ്പൊ അത് കാണാൻ കഴിയുന്ന പരിസരത്തുള്ള ആളുകൾ, അവരാണ് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായത്തിന്റെ ആളുകളുടെ നിലപാട്. മനസ്സിലായോ? ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ അത് എത്ര ദൂരത്തേക്ക് കാണാൻ സാധിക്കും, ആ ദൂരപരിധിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഹദീസ് ബാധകമാവുക, അതല്ലാതെ മൊത്തത്തിലുള്ള മുസ്ലിങ്ങൾക്ക് അത് ബാധകമല്ല. അതാണ് അവരുടെ നിലപാട്. രണ്ടാമത്തെ തെളിവ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഖുറൈബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു അന്ന ഉമ്മൽ ഫദ്ൽ ബിൻത് ഹാരിസ് ബഅസത്ഹു ഇലാ മുആവിയത ബിശ്ശാം. ഉമ്മുൽ ഫദ്ൽ ബിൻത് ഹാരിസ് അവർ ഖുറൈബിനെ ഷാമിലുള്ള മുആവിയയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഫഖദിംതു الشام فقضيت حاجتها. അങ്ങനെ ഞാൻ ഷാമിലേക്ക് പോയി അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. വസ്തുഹില്ല അലയ്യ റമദാൻ വഅന ബിശ്ശാം. ഞാൻ ഷാമിലായിരിക്കെ ഞങ്ങൾക്ക് മാസപ്പിറവി കാണാൻ സാധിച്ചു. റമദാൻ മാസം ഷാമിൽ ഇവർ കണ്ടു. ഫറഅയ്തുൽ ഹിലാല ലൈലത്തൽ ജുമുഅ. അങ്ങനെ ഞാൻ ജുമുഅ ദിവസം രാത്രി ഹിലാല് കണ്ടു. എന്നാ കണ്ടത്? വെള്ളിയാഴ്ച ദിവസം. ثم قدمت المدينة في آخر الشهر. അങ്ങനെ റമദാൻ അവസാനമാകുമ്പോഴത്തേക്ക് ഞാൻ മദീനയിൽ തിരിച്ചെത്തി. മദീന എന്ന് പറഞ്ഞാൽ മദീനത്തു നബവിയ്യ, മക്കയും മദീനയിലുള്ള മദീന, പട്ടണം എന്നുള്ള അർത്ഥമല്ല അവിടെ. മദീനയിൽ ഞാൻ തിരിച്ചെത്തി. فسألني عبد الله بن عباس رضي الله عنهما. അങ്ങനെ എന്നോട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചില കാര്യങ്ങൾ ചോദിച്ചു. ثم ذكر الهلال. അങ്ങനെ ഹിലാലിനെ കുറിച്ചുള്ള സംസാരമെത്തിയപ്പോൾ, മാസപ്പിറവിയെക്കുറിച്ചുള്ള സംസാരമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു മതാ റഅയ്തുമുൽ ഹിലാൽ. നിങ്ങൾ എപ്പോഴാണ് മാസപ്പിറവി കണ്ടത്? ഫഖുൽതു. അപ്പോൾ ഞാൻ പറഞ്ഞു റഅയ്നാഹു ലൈലത്തൽ ജുമുഅ. ഞങ്ങൾ ജുമുഅയുടെ ദിവസം രാത്രിയാണ് അത് കണ്ടത്. ഹിലാൽ കണ്ടത് ജുമുഅയുടെ അന്നാണ്. ജുമുഅയുടെ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ ജുമുഅയാണ്, വ്യാഴാഴ്ച രാത്രി. നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ വ്യാഴാഴ്ച രാത്രി. ഫഖാല അൻത റഅയ്തഹു. അപ്പോൾ ഇബ്നു അബ്ബാസ് ചോദിച്ചു നീ അത് കണ്ടോ? മാസപ്പിറവി നീ കണ്ടോ? ഫഖുൽതു നഅം. അതെ, ഞാൻ കണ്ടു. വറആഹു الناس. ജനങ്ങളും കണ്ടു. വസാമു വസാമ മുആവിയ. ജനങ്ങൾ നോമ്പ് നോറ്റു, മുആവിയയും നോമ്പ് നോറ്റിട്ടുണ്ട്. ഫഖാല. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു ലാകിന്നാ റഅയ്നാഹു ലൈലത സബ്ത്. എന്നാൽ ഞങ്ങൾ മാസപ്പിറവി കണ്ടത് ശനിയാഴ്ച ദിവസം രാത്രിയാണ്, അതായത് വെള്ളിയാഴ്ച രാത്രി. ഫലാ നസാലു നസൂമു ഹത്താ നുക്മില 30 ഔ നറാഹു. ഞങ്ങൾ അന്നു മുതലാണ് നോമ്പ് അനുഷ്ഠിക്കാൻ തുടങ്ങിയത്. ഏതുവരെ ഇനി ഞങ്ങൾ നോമ്പ് നോൽക്കും? ഒന്നല്ലെങ്കിൽ 30 വരെ, അതല്ലെങ്കിൽ
29 അന്ന് ഞങ്ങൾ മാസപ്പിറവി കാണുന്നത് വരെ ഞങ്ങൾ നോമ്പ് നോൽക്കും. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, അവലാ തക്തഫി ബിറുഅയതി മുആവിയത വസിയാമിഹി, നിങ്ങൾക്ക്, അതായത് ഇബ്നു അബ്ബാസിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മുആവിയ കണ്ടത് അതനുസരിച്ച് പ്രവർത്തിച്ചുകൂടെ? അദ്ദേഹം നോമ്പ് നോൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോമ്പ് നോറ്റൂടെ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം പറഞ്ഞു, ലാ ഹാകദാ അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, ഇപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഷാമിൽ കണ്ട കാഴ്ചയെ പരിഗണിച്ചില്ല. അദ്ദേഹം മദീനക്കാർക്ക് പ്രത്യേകം കാണണം, അല്ലെങ്കിൽ മദീനയിലുള്ളവർ അവർ അവരുടെ കാഴ്ചയെ പരിഗണിക്കണമെന്നാണ് മനസ്സിലാക്കുകയും അതനുസരിച്ചാണ് പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഓരോ വിഭാഗക്കാർക്കും ഓരോ മത്താലിഅകളുണ്ട്, അവരവരുടേത് കാണണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ഇതാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ രണ്ടാമത്തെ തെളിവ്. മനസ്സിലായില്ലേ? ഏതൊക്കെ തെളിവ്? ഒന്നാമത്തെ തെളിവ് ഏതായിരുന്നു? ഇദാ റഅയ്തുമൂഹു സൂമു ഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു. രണ്ടാമത്തെ തെളിവ് ഖുറൈബിന്റെ ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിം അതിന്റെ നമ്പർ 1087 ഹദീസാണ്. 1087 ഖുറൈബ്. ഇതിന് ആദ്യത്തെ ആളുകൾ, അതായത് ആദ്യത്തെ അഭിപ്രായത്തിന്റെ ആളുകൾ, അവർ മറുപടി പറഞ്ഞത് ഇത് ഇബ്നു അബ്ബാസിന്റെ ഇജ്തിഹാദാണ് എന്ന് ചിലർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ ചില ആളുകൾ പറഞ്ഞു, ഇത് നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിലല്ല ഈ ഹദീസ് ഉള്ളത്, മറിച്ച് ഒരു മനുഷ്യൻ അയാള് ഒരു നാട്ടിലിരിക്കെ അയാൾ അവരുടെ നോമ്പ് നോറ്റു, അവരൊപ്പം നോമ്പ് നോറ്റു, പിന്നെ വേറൊരു നാട്ടിലേക്ക് വന്നു, ആ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന വിഷയമാണ് ഈ ഹദീസിലുള്ളത് എന്നിങ്ങനെ ചില മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ തെളിവ് ഇതാണ്. മൂന്നാമത്തെ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ 9 നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആളെ പറഞ്ഞയച്ചിട്ടില്ല. എന്തിനു വേണ്ടി? ഇവിടെ നോമ്പിന്റെ മാസപ്പിറവി കണ്ടിട്ടുണ്ട്, നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് പറയാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചിട്ടില്ല. അങ്ങനെ അവർ ഈ നോമ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? പറഞ്ഞയക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞയച്ചിട്ടില്ല. അതാണ് മൂന്നാമത്തെ തെളിവ്. നാലാമത്തെ തെളിവ്, ഇസ്ലാമിക ഖിലാഫത്ത് വ്യാപിച്ചപ്പോൾ ഒരു കാലഘട്ടത്തിലും ഖലീഫമാർ അവരുടെ നാടുകളിൽ മാസപ്പിറവി കണ്ട സന്ദർഭത്തിൽ അത് അറിയിക്കാൻ ആളെ വിട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, പിൽക്കാലഘട്ടത്തിൽ വന്ന ഖലീഫമാരും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? അവരുടെ നാട്ടിൽ മാസപ്പിറവി കണ്ടപ്പോ അത് ആളുകളെ, അപ്പുറത്തുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയോ അതല്ലെങ്കിൽ അവർ ഇവരെ അറിയിക്കണമെന്ന് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഓരോരുത്തരും അവരവരുടെ കാഴ്ചക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഏതാണ് നാലാമത്തെ തെളിവ്. അഞ്ചാമത്തെ തെളിവ്, ചിലർ പറഞ്ഞു ഇത് ബുദ്ധിക്ക് എതിരാണ്, ബുദ്ധി കൊണ്ടുപോലും ഇത് സ്ഥാപിച്ചെടുക്കാൻ പ്രയാസമാണ്. കാരണം എന്താണ്? എങ്ങനെയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു വിഭാഗം മാസപ്പിറവി കണ്ട് അവരുടെ മാസപ്പിറവി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടി, ഉദാഹരണത്തിന് അമേരിക്കയും
നമ്മുടെ നാടും തമ്മിൽ ഒരു പകലിന്റെ വ്യത്യാസമുണ്ട്. നമ്മളോട് നോമ്പ് വെക്കുമ്പോൾ അവർ ചിലപ്പോൾ നോമ്പ് തുറന്ന സമയത്തായിരിക്കും. അപ്പൊ എന്തായാലും ഈ രൂപത്തിൽ യോജിപ്പിക്കൽ പരിപൂർണമായി നടക്കുകയില്ല എന്ന് ചില ആളുകൾ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേ? എന്തു വന്നാലും യോജിപ്പിക്കൽ പരിപൂർണമായി നടക്കില്ല. കാരണം എത്രയായാലും സമയത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പൊ അതിൽ ഓരോ വിഭാഗക്കാർക്കും ഓരോ സമയമാണ് നിശ്ചയിക്കപ്പെടേണ്ടത്. മറ്റൊരു തെളിവായി അവർ പറഞ്ഞത്, അത് തെളിവായി പറയാൻ പറ്റിയതല്ലെങ്കിൽ കൂടി ജനങ്ങൾക്കിടയിൽ കണ്ടുവന്നത് അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ പ്രചാരത്തിലുള്ളത് ഏതാണ്? രണ്ടാമത്തെ അഭിപ്രായം. ഓരോരുത്തരും ഓരോരുത്തരുടെ കാഴ്ച പരിഗണിക്കുകയും അതനുസരിച്ച് നോമ്പ് വെക്കുകയും ചെയ്യാന്നുള്ളതാണ് ഇന്ന് നാട്ടിൽ പ്രചാരത്തിലുള്ള രൂപം. ഇതുവരെ അങ്ങനെയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. അതും ചില ആളുകൾ തെളിവാക്കുന്നത് തെളിവിന് പറ്റുന്ന കാര്യമല്ല. കാരണം നാട്ടിൽ അങ്ങനെ നടക്കുന്നുള്ളതുകൊണ്ട് അത് ശരിയായിക്കൊള്ളുന്നില്ല. ഈ അഭിപ്രായമാണ് സലഫുകൾ ചില ആളുകളായ അൽ ഖാസിം ഇബ്നു മുഹമ്മദ്, സാലിം ഇബ്നു അബ്ദുല്ലാഹ്, ഇസ്ഹാഖ് ഇബ്നു റാഹുവൈ, അതുപോലെ ആധുനികരായ പണ്ഡിതന്മാർക്കിടയിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാർക്ക് ഈ അഭിപ്രായമാണുള്ളത്. ഓരോരുത്തരോട് ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലാഹു അലം. മസ്അല ഇജ്തിഹാദിയാണ്. മാത്രമല്ല ഇതിൽ ശരി ഇതാണ് തെറ്റതാണ് എന്ന് വേർതിരിച്ച് വ്യക്തമായി പറയാൻ മാത്രം ഈ വിഷയം ഞാൻ പഠിച്ചിട്ടുമില്ല. എങ്കിൽ കൂടി പഠിക്കുന്ന സമയത്ത് ഉസ്താദുമാരുടെ നടത്തിയ ചർച്ചയെന്നും മറ്റുമൊക്കെ എനിക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത് അല്ലാഹു അലം രണ്ടാമത്തെ അഭിപ്രായമാണ് എനിക്ക് കൂടുതൽ ശരിയായി തോന്നുന്നത്. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ജിത്തിഹാദിയായ വിഷയമാണ്. ഇതൊരിക്കലും വ്യക്തമായ നസ്സു എന്ന വിഷയമല്ല എന്ന് ചില ആളുകൾ ഈ വിഷയം സംസാരിക്കുകയും എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ ആളുകളെ ശക്തമായി ആക്ഷേപിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് തെറ്റാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആധുനികരായ പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറയുന്നവരുണ്ട്, ആ അഭിപ്രായം പറയുന്നവരുണ്ട്. രണ്ടഭിപ്രായമുള്ള ആളുകളുമുണ്ട്. പക്ഷെ അവരാരും ഈ അഭിപ്രായത്തിന്റെ പേരിൽ, ഈ മസ്അലയുടെ പേരിൽ പരസ്പരം ഭിന്നിക്കുകയോ പരസ്പരം ആക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഇജ്തിഹാദിയായ മസ്അലയാണ്. ഇതിന് ഇജ്തിഹാദിൽ നിന്ന് വലിയൊരു പങ്ക് ഈ മസ്അലയിലുണ്ട്. വ്യക്തമായ തെളിവ് ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് ചില മേഖലകളിൽ ഈ രണ്ട് അഭിപ്രായക്കാരോട് നമുക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആദ്യം പറഞ്ഞ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും വഹദത്ത് ഉണ്ടാകുന്നില്ല, പരിപൂർണമായ യോജിപ്പ്, ഐക്യം ഉണ്ടാകുന്നില്ല. എത്ര നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാലും ഉണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മസ്അല യഥാർത്ഥത്തിൽ ഈ അഭിപ്രായം സ്വീകരിക്കുന്ന പല ആളുകളും അവരുടെ അമല് കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ. എല്ലാവരും ഒരു നാട്ടിൽ ഉദാഹരണത്തിന് തിങ്കളാഴ്ച നോമ്പ് വെക്കുകയാണെങ്കിൽ അവര് ചിലപ്പോൾ ഞായറാഴ്ചയോ ചൊവ്വാഴ്ചയായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മസ്അല പറഞ്ഞുകൊണ്ട് പല ആളുകളും മുസ്ലിം ഉമ്മത്തിനെ യഥാർത്ഥത്തിൽ ഭിന്നിപ്പിക്കാൻ. ഈ മസ്അല പറയുന്നത് എന്തിന്റെ പേരിലാണ്? മുസ്ലിം ഉമ്മത്ത് യോജിക്കണം എന്ന പേരിലാണ് ഈ മസ്അല പറയുന്നത്. അവർ പറയുന്നു എല്ലായിടത്തും മുസ്ലിങ്ങൾ ഒരൊറ്റ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്, അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം നാട്ടില് ഭിന്നിപ്പുണ്ടാവുകയാണ്. അതുകൊണ്ട് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ മസ്അല ചർച്ച ചെയ്ത സന്ദർഭത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഇത് മിക്കവാറും എല്ലാവരും പറഞ്ഞ വാക്കാണ്. അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം തമാമുൽ മിന്ന എന്ന പുസ്തകത്തിൽ പറഞ്ഞു, അദ്ദേഹം ഈ അഭിപ്രായം, അദ്ദേഹത്തിന്റെ അഭിപ്രായം ലോകത്ത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും പരിഗണിക്കണം എന്നാണ്. ആ അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുകൂടി അത് ശക്തമായി തെളിയിച്ചുകൊണ്ട്, അത് ശക്തമായി അതിനുവേണ്ടി സംസാരിക്കുകയും അതിനുവേണ്ടി തെളിവുകൾ നിരത്തുകയും ചെയ്തതിനു ശേഷം അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കിലാണ്, وإلى أن نجتمع الدول الإسلامية على ذلك فإني أرى على شعب كل دولة أن يصوم مع دولته ولا ينقسم على نفسه. എന്നാൽ ഈ അഭിപ്രായം ഉള്ളതിനോടൊപ്പം തന്നെ മുസ്ലിം നാടുകൾ ഒരുമിക്കുന്നതുവരെ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ നാട്ടുകാരും
അവരവരുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ അതിനോട് യോജിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അഭിപ്രായം എനിക്കുള്ളതിനോടൊപ്പം തന്നെ പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ടത് ഏതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ നാട്ടുകാരും അവരവരുടെ നാട്ടിൽ ഏത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രവൃത്തിയുള്ളത് അതനുസരിച്ച് നിലകൊള്ളണമെന്നാണ് ഞാൻ അവരോട് പറയുന്നത്. ഓരോ നാട്ടിലും ഏത് അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ അവർ നിലകൊള്ളുന്നത് ആ അഭിപ്രായത്തിന്മേൽ അവർ നിലകൊള്ളണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. فيصوم بعضهم معها وبعضهم مع غيرها ممن تقدمت في صيامها أو تأخرت لما في ذلك من توسيع دائرة الخلاف في الشعب الواحد كما وقع في بعض الدول العربية منذ بضع سنين. കുറച്ചു വർഷങ്ങളായി ചില അറബ് നാടുകളിൽ സംഭവിച്ചതുപോലെ ചില ആളുകളോടൊപ്പം വേറെ കുറച്ചാളുകൾ മുന്നേ കണ്ടിട്ടുണ്ട് എന്നതിന്റെ പേരിൽ അവരുടെ നോമ്പിന്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ കുറച്ചാളുകൾ ശേഷം കണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരോടൊപ്പമോ നോമ്പ് അനുഷ്ഠിക്കുകയും അങ്ങനെ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ പല നാടുകളിലും ഉണ്ടായിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അൽ-അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹ് പറയും. ഇത് ഏതാണ്ട് എല്ലാ പണ്ഡിതന്മാരും യോജിച്ച കാര്യമാണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു നാട്ടിൽ കണ്ടാൽ എല്ലായിടത്തും അനുഷ്ഠിക്കേണ്ടതുണ്ടോ, അതല്ല ഒരു നാട്ടിൽ കണ്ടാൽ അവർക്ക് മാത്രമേ അത് ബാധകമാവൂ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ അവർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓരോ നാട്ടുകാരും അവരവർക്ക് അവരുടെ നാട്ടുകാർ എന്തൊന്നിന്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് മുന്നോട്ടു പോകേണ്ടത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓരോ നാട്ടിലും എന്താണോ അമലാക്കപ്പെടുന്നത് അതിനനുസരിച്ചാണ് അവർ നിൽക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഏതിനനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള മുസ്ലിം ജമാഅത്ത്, മുസ്ലിം ഉമ്മത്ത് അവർ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ ഒരു ചെറിയ ചുരുക്കമാണിത്. ഈ വിഷയം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ അത്രമാത്രം വിശദമായ വിഷയം പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്ത ആളല്ല. അതിന്റെ വളരെ അടിസ്ഥാനപരമായ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. മാത്രമല്ല ഈ രണ്ട് അഭിപ്രായത്തിലും ചില ഭാഗങ്ങൾ വ്യക്തത ഇല്ലാതെ നിലകൊള്ളുന്നതായി ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ അഭിപ്രായം, ഒരു നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത് എല്ലായിടത്തും പാലിക്കണമെന്ന് പറയുന്ന ആളുകൾ തയ്യം ഉദാഹരണത്തിന് ഇന്ത്യയിൽ കണ്ടു, സൗദി അറേബ്യയിൽ ആദ്യം കണ്ടില്ല. ഇന്ത്യയിലെ കാഴ്ച അനുസരിച്ച് അവർ ചെയ്യാറുണ്ടോ? ഇല്ല, ചെയ്യാറില്ല. അവരവരുടെ കാഴ്ച തന്നെയാണ് പരിഗണിക്കാറുള്ളത്. അവിടെയുള്ള ആളുകളും അവിടെയുള്ള പണ്ഡിതന്മാരും ഇന്ത്യയിൽ കണ്ടു എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഇന്ത്യയുടെ കാഴ്ച പരിഗണിച്ചുകൊണ്ട് അവരവിടെ നോമ്പ് നോക്കില്ല. അവിടുത്തെ കാഴ്ച തന്നെ അവർ പരിഗണിക്കുള്ളൂ. അതാണ് അവരുടെ അമൽ. അവർ പ്രാവർത്തികമാക്കുന്ന അതാണ്. അവർ മൊത്തത്തിൽ ഒരുമിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അതാണ് അവർ പ്രാവർത്തികമാക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അഭിപ്രായക്കാരോട് വ്യക്തമായി ചോദിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇതിന് വ്യക്തമായ ഒരു കൃത്യമായ കണക്ക് എത്രയാണ്, എത്ര കിലോമീറ്റർ ദൂരത്തേക്ക് പോകണം, എത്ര കിലോമീറ്ററാണ് ഇതിന്റെ പരിധി, ഇതൊന്നും വ്യക്തമായി നിർണ്ണയിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ 2226 കിലോമീറ്റർ എന്ന ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആലം അതിനെന്താണ് ദലീൽ എന്ന കാര്യം നാം മനസ്സിലാക്കുന്നില്ല. അല്ലാഹു ആലം. ഇതാണ് ഈ മസ്അലയുടെ ചുരുക്കം. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.